അപ്പോൾ വെൽക്കം യൂത്ത് ഫോർ മിഷൻസ് ഇന്ത്യയുടെ സാറ്റർഡേ മോർണിംഗ് ബൈബിൾ സ്റ്റഡിയിലേക്ക് എല്ലാവരെയും ഒരാഴ്ചത്തെ ബ്രേക്കിന് ശേഷം വീണ്ടും വെൽക്കം ചെയ്യുന്നു. ഇന്ന് പഴയ നിയമത്തിലെ, അതായത് അവസാനത്തെ പുസ്തകത്തിൻ്റെ അവസാനത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. പഴയ നിയമത്തിൻ്റെ അവസാനത്തെ പുസ്തകം മലാക്കിയിൽ കഴിഞ്ഞ 3 സെഷൻ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാൻ ദൈവം കൃപ തന്നു. ഇന്ന് 2 വിഷയങ്ങളാണ്. കാര്യമായ ഒരു 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 ടോപ്പിക് അല്ല, അധികം സമയം എടുക്കത്തില്ല. 2 വിഷയങ്ങളേ ഉള്ളൂ. ഒന്ന്, ദൈവത്തിൻ്റെ സ്മരണ പുസ്തകം, ദ ലോർഡ് റിമെമ്പേഴ്സ്. 2, ദൈവത്തിൻ്റെ മഹാദിവസം. ഇങ്ങനെ 2 വിഷയത്തെക്കുറിച്ചാണ് മലാഖി പറഞ്ഞു നിർത്തുന്നത്. 2 ഇമ്പോർട്ടൻറ്റ് തിങ്സ്. ഒന്ന്, ദൈവം ഓർക്കുന്നു. നമ്മളൊരു കാര്യം പ്രിയമുള്ളവരെ മനസ്സിലാക്കി വെക്കേണ്ടത്, ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിനൊരു ഓർമ്മ പുസ്തകമുണ്ട്. ആലങ്കാരിക ഭാഷയാണ് എന്ന് പറഞ്ഞാൽ, മനുഷ്യൻ മറന്നു പോകുന്ന പലതും ദൈവം ഓർത്ത് വെക്കുന്നു എന്നുള്ളത് വലിയ പ്രത്യാശയ്ക്ക് വകയുള്ളൊരു കാര്യമാണ്. അത് മാത്രമല്ല, ഈ വരുന്ന നാളുകളിൽ ദൈവത്തിൻ്റെ ഒരു മഹാദിവസം വരുന്നുണ്ടെന്നുള്ളത് പ്രവാചകൻ പറഞ്ഞ് ഒരു മുന്നറിയിപ്പ് നൽകിയാണ് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഈ 2 വിഷയം അതുമായിട്ട് ബന്ധപ്പെടുത്തി 2-3 കാര്യങ്ങൾ പറഞ്ഞ് വളരെ പെട്ടെന്ന് തന്നെ ഇന്നത്തെ സ്റ്റഡി അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇനി നമ്മുടെ സെഷൻസ് കുറച്ച് നാളത്തേക്ക് കാണത്തില്ല. അതിനിടയിൽ അപ്പയ്ക്ക് സമയമുണ്ടെങ്കിൽ 1-2 സെഷൻ അപ്പ ബൈബിൾ സ്റ്റഡി എടുക്കും. അത് ഞാൻ അറിയിക്കാം ഗ്രൂപ്പിൽ. എന്നാൽ പ്രത്യേകിച്ച് എൻ്റെ യാത്രകളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. മറ്റന്നാൾ തുടങ്ങുന്ന യാത്രകൾ 1 മാസത്തേക്ക്, പിന്നെ അതിനുശേഷം ഞാൻ തിരിച്ചു വന്നിട്ട് വീണ്ടും 3 ആഴ്ചത്തേക്ക് യാത്ര ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. ജോലി, അതുപോലെ നമ്മുടെ ഇവിടുത്തെ ശുശ്രൂഷകളൊക്കെ ഇട്ടേച്ചാണ് പോകുന്നത്. കുടുംബം അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെങ്കിൽ ഈ പ്രാവശ്യം ദൈവം അത് ആഗ്രഹിക്കുന്നു എന്നുള്ളത് വ്യക്തമായി അറിയാവുന്നത് കൊണ്ട് മാത്രമാണ് ഈ യാത്ര ഏറ്റെടുത്തത്. അപ്പം നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. നമ്മുടെ യാത്രകളും തത്രപ്പാടൊന്നും വൃഥാവായി പോകരുത്. ഇതെല്ലാം നമ്മൾ മാറ്റിവെച്ച് അങ്ങോട്ട് പോകുമ്പോൾ അത് ഒന്നും വൃഥാവാകരുത്. പ്രത്യേകം നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാൻ ഫിലഡൽഫിയ, ന്യൂയോർക്ക്, ന്യൂജേഴ്സി, ഡാലസ്, അതായിരിക്കും ഫസ്റ്റ് ഫേസ്. സെക്കൻഡ് ഫേസ് ഫ്ലോറിഡ, ഹ്യൂസ്റ്റൺ, സിയാറ്റിൽ. ഇങ്ങനെ ആയിരിക്കും 2 ഫേസസിലായിരിക്കും കവർ ചെയ്യുന്നത്. ദൈവം അനുവദിച്ചാൽ നിങ്ങളിൽ പലരെയൊക്കെ കാണാൻ ദൈവം എനിക്ക് ഭാഗ്യം തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ പാക്ഡ് ബാക്ക് ടു ബാക്ക് സെഷൻസ് ആണ്. അതുകൊണ്ട് നിങ്ങൾ അതിനെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണം എന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഔട്ട്ലൈൻ പറഞ്ഞ് ഞാനൊന്ന് തുടങ്ങട്ടെ. ബൈ ദ വേ, കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ കുറച്ച് ലീഡേഴ്സ് ഒരുമിച്ച് കൂടുവാൻ ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം തന്നു. അതിൻ്റെ ഒരു കാര്യം, ഈ കഴിഞ്ഞ നമ്മുടെ ബൈബിൾ സ്റ്റഡി തുടങ്ങിയ സമയം മുതൽ നിങ്ങൾ പറഞ്ഞത് ഞാൻ പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമാണ്. നമ്മുടെ കൂടെ പ്രവർത്തിക്കാൻ ആളുകൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ആവർത്തിച്ച് ഞാൻ പറഞ്ഞു. സത്യം പറഞ്ഞ ദൈവം ആ പ്രാർത്ഥന കേൾക്കുന്നു എന്നുള്ളത് കഴിഞ്ഞ ആഴ്ചയാണ് അനേകർ കർത്താവിൻ്റെ വേലയുമായി ബന്ധപ്പെട്ട് കൂടെ നിൽക്കുവാൻ കർത്താവ് കൂട്ടിത്തരുന്നു. ഈവൻ കഴിഞ്ഞ ആഴ്ച നമ്മുടെ ക്യാമ്പസ് മിനിസ്ട്രീസിനെല്ലാം ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ബ്രദർ നമ്മളോടുകൂടെ ജോയിൻ ചെയ്തു. സ്കൂൾസിലും ക്യാമ്പസസിലും കോളേജസിലും പോകുവാൻ കർത്താവ് നമുക്ക് ഒരുപാട് വാതിലുകളെ തുറക്കുന്നു. എന്നാൽ അതൊന്നും കോർഡിനേറ്റ് ചെയ്യാൻ ആളില്ലാഞ്ഞതുകൊണ്ട്, എന്നാൽ കഴിഞ്ഞ ആഴ്ച അതിനും കർത്താവ് റിസോഴ്സസ് നൽകി. അതുകൊണ്ട് അതിനായിട്ടൊക്കെ കർത്താവിനെ ഞാൻ സ്തുതിക്കുകയാണ്. പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം എന്നുള്ളത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ പ്രാർത്ഥനകൾ ഒന്നുപോലും വിടാതെ കർത്താവ് കേൾക്കുന്നു. നമ്മൾ 3 വർഷം മുമ്പാണ് പ്രാർത്ഥിച്ചതെങ്കിലും ആദ്യത്തെ ലീഡേഴ്സ് മീറ്റിങ്ങിൽ ഞാൻ പറഞ്ഞ പോലെ 1.5 ആളെ ഉള്ളായിരുന്നു. 1.5 പീപ്പിൾ. ഹാഫ് എന്ന് പറഞ്ഞാൽ വേറൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടായിരുന്ന ഒരാളും 1.5 ആളെ ഉള്ളായിരുന്നു. എന്നാൽ ഈ പ്രാവശ്യം ഞങ്ങൾ കൂടിയപ്പോൾ ഞങ്ങളുടെ ലീഡേഴ്സ് എല്ലാവർക്കും കൂടി ഇരിക്കാൻ പോലും സ്ഥലമില്ലാത്ത വണ്ണം കർത്താവ് ഒരുപാട് പേരെ കൂടി ചേർക്കുന്നുണ്ട്. വിശ്വസ്തമായി കർത്താവിൻ്റെ വേല ഈ അന്ത്യനാളുകളിൽ ചെയ്തെടുക്കുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. കൊയ്ത്ത് വളരെ അധികം. അപ്പോൾ ആ ഒരു കാര്യത്തിലേക്ക് കടക്കുമ്പോൾ ദൈവം അതിനുള്ള കൃപ തരണം എന്ന് മാത്രം നിങ്ങൾ പ്രാർത്ഥിക്കുക. സിസ്റ്റമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യാൻ, കൺസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുവാൻ കർത്താവ് കൃപ തരുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. പിന്നെ ഒക്ടോബർ എൻഡിൽ നമ്മുടെ ഒരു മിഷൻ ട്രിപ്പ് കാണും. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഇടാം. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നേരത്തെ അറിയിക്കണം. പഞ്ചാബ്, ഹരിയാനയിലായിരിക്കും. നമ്മുടെ ആ ചേർച്ചിൻ്റെ ഇനോഗ്രേഷൻ ദൈവം അനുവദിച്ചാൽ ചെയ്യണം. ഓർക്കുന്നല്ലോ നിങ്ങൾ, നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ കൺവെൻഷൻ നടന്ന സ്ഥലത്ത് ഇപ്പോൾ മനോഹരമായ ഒരു ആലയമുണ്ട്. അപ്പോൾ നിങ്ങൾ അതിനെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കണം. ജോയിൻ ചെയ്യാൻ പറ്റുന്നവർ ജോയിൻ ചെയ്യണം. ഞാനത് പിന്നെ അറിയിക്കാം. ഓക്കെ, ഔട്ട്ലൈനിലേക്ക് കടക്കാം. ഗോഡ്സ് ലവ് ഫോർ ഇസ്രായേൽ. ഇസ്രായേലിനോട് കർത്താവിൻ്റെ സ്നേഹം. അപ്പോൾ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നീ ഞങ്ങളെ എങ്ങനെ സ്നേഹിച്ചു? അപ്പോൾ പറഞ്ഞു, തിരഞ്ഞെടുപ്പിലാണ് സ്നേഹിച്ചത്.
പിന്നെ പുരോഹിതന്മാരുടെ അവിശ്വസ്തത, ജനത്തിന്റെ അവിശ്വസ്തത. അവിടെ രണ്ട് കാര്യങ്ങൾ കാണുന്നത്: ശുശ്രൂഷയിലുള്ള കപടം, ആ, അല്ലെങ്കിൽ മലിനമായ ആരാധന. അതിനെക്കുറിച്ച് നിങ്ങളുടെ ദൈവാലയത്തിന്റെ കതക് അല്ലെങ്കിൽ വാതിലുകൾ അടപ്പീൻ എന്നൊക്കെ കർത്താവ് പറയുന്നു, ആ, എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു ഭാഗം. അതിനുശേഷം അൺഫെയ്ത്ത്ഫുൾനെസ് ഓഫ് ദ പീപ്പിൾ, ജനത്തിന്റെ അവിശ്വസ്തത. രണ്ട് മേഖലകളിൽ: ഒന്ന് വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള അവിശ്വസ്തത, രണ്ട് പണവുമായിട്ടുള്ള ബന്ധപ്പെട്ട് ഉള്ള അവിശ്വസ്തത. കർത്താവിന് കൊടുക്കേണ്ടത് കൊടുക്കാതെ സ്വന്തമായിട്ടുള്ളത് മുടന്തുള്ളതിനെയും ഒക്കെ എടുത്ത് കൊടുക്കുന്ന ആ ഒരു അവസ്ഥ. ഇറ്റ് ഈസ് പോയിന്റ്ലെസ് ടു സെർവ് ഗോഡ്. അവസാനം പറയുന്നു, ഇതിലൊക്കെ എന്ത് കാര്യം, ഇങ്ങനെ കർത്താവിനെ സേവിക്കാനാണെങ്കിൽ എന്ത് അർത്ഥം എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. പിന്നെ അവസാനമായിട്ട് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ദൈവത്തിൻ്റെ മഹാദിവസം. അതാണ് അവസാനമായിട്ട് ചിന്തിക്കാൻ പോകുന്ന കാര്യം, ദൈവത്തിൻ്റെ മഹാദിവസം. ഓക്കെ, your words have been harsh against me. Okay, your words have been harsh against me. മലാക്കി പ്രവചനം 3:13 മുതൽ 17 വരെ ഇങ്ങനെ ഇപ്രകാരം പറയുന്നു. ഓക്കെ, ഇവിടെ അടുത്തത് മലാക്കി 3:13. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അതിൻ്റെ അവസാനത്തെ ഭാഗം നോക്കാഞ്ഞത് കൊണ്ട് അതും കൂടെ ഒന്ന് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ വാക്കുകൾ എൻ്റെ നേരെ അതികഠിനമായിരിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. എന്നാൽ ഞങ്ങൾ നിന്റെ നേരെ എന്ത് സംസാരിക്കുന്നു എന്ന് ചോദിക്കുന്നു. യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നത് വ്യർത്ഥം. ഞങ്ങൾ അവൻ്റെ കാര്യം നോക്കുന്നതിനാലും സൈന്യങ്ങളുടെ യഹോവയുടെ മുമ്പാകെ കറുപ്പെടുത്ത് നടന്നതിനാലും എന്ത് പ്രയോജനമുള്ളൂ? ആകയാൽ ഞങ്ങൾ അഹങ്കാരികളെ ഭാഗ്യവാന്മാരെന്ന് പറയുന്നു. ദുഷ്പ്രവർത്തിക്കാർ അഭ്യുദയം പ്രാപിക്കുന്നു. ദൈവത്തെ പരീക്ഷിക്കുന്നവർ ശിക്ഷ ഒഴിഞ്ഞു പോകുന്നു എന്ന് നിങ്ങൾ പറയുന്നു. അപ്പോൾ കർത്താവ് പറയാണ്, നിങ്ങളുടെ വാക്കുകൾ എൻ്റെ നേരെ അതികഠിനമായിരിക്കുന്നു. എങ്ങനെയാണ് അതികഠിനമായിരിക്കുന്നത്? നമ്മൾ സൂക്ഷിക്കേണ്ട മേഖലകൾ. നമ്മൾ പലപ്പോഴും ചിന്തിക്കും, കർത്താവ് ചുറ്റും നോക്കുമ്പോഴത്തേക്ക് ദുഷ്പ്രവർത്തിക്കാർക്ക് യാതൊരു പ്രയാസവും ഇല്ലല്ലോ എന്നുള്ളൊരു ചിന്ത വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കണം. അപ്പോൾ പലപ്പോഴും എന്താ സംഭവിക്കുന്നത്? ആളുകൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ദുഷ്പ്രവർത്തിക്കാർ എന്താണ്, അവർ ദേ ആർ ഡൂയിങ് വെരി വെൽ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ, ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ദൈവത്തോട് അതികഠിനമായ വാക്കുകൾ പറയുന്നു. നമ്മൾ സൂക്ഷിക്കണം. ദൈവത്തിൻ്റെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ട്. അതിനോട് ചേർത്ത് നമ്മൾ പറയും, അങ്ങനെയാണെങ്കിൽ കർത്താവിൻ്റെ പിന്നാലെ പോകുന്നതിൻ്റെ കാര്യമുണ്ടോ? പ്രയാസങ്ങളും ജീവിതത്തിൽ വരുമ്പോൾ, ഈയിടെ ഒരു വലിയ പ്രയാസത്തിലൂടെ കടന്നുപോയ ഒരു അമ്മ എന്നോട് വന്ന് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ ഈ ദൈവത്തിൻ്റെ വിറകിൽ പോയേ? അങ്ങനെയാണെങ്കിൽ എന്തിനാ പ്രാർത്ഥനയ്ക്കൊക്കെ പോയേ? എന്നുള്ള ചോദ്യങ്ങൾ. അത് വളരെ സർവ്വസാധാരണമായ ചോദ്യം വരാൻ സാധ്യതയുണ്ടെങ്കിലും നമ്മൾ ഒരിക്കലും ആ ചോദ്യം ചോദിക്കരുത്. കാരണം ദാറ്റ് ഈസ് ക്വസ്റ്റ്യനിങ് ദ ഗുഡ്നെസ് ഓഫ് ഗോഡ്. കർത്താവെ, ഇതിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ എനിക്ക് ആ പ്രയാസമുണ്ട്, എൻ്റെ ബുദ്ധിയിലൂടെ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ദൈവം നമ്മുടെ ഫ്രെയിമിനെ മനസ്സിലാക്കുന്നത് കൊണ്ട് നമ്മളെ കുറ്റപ്പെടുത്തുന്നില്ല. നമ്മൾ ഒരു പിതാവാണ്. പക്ഷേ ദൈവത്തിൻ്റെ സ്വഭാവത്തെ ചോദ്യം ചെയ്യുമ്പോൾ കർത്താവിന് അത് അതികഠിനമായ വാക്കുകളാണ് എന്നും നമ്മൾ മനസ്സിലാക്കണം. അവിടെ പറഞ്ഞു വരുന്നത്, യഹോവയുടെ മുമ്പാകെ കറുപ്പുടുത്ത് നടക്കുന്നതിൽ എന്ത് പ്രയോജനം? കറുപ്പുടുത്ത് നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി യു ആർ വാക്കിംഗ് ആസ് മോണേഴ്സ്. ദുഃഖത്തിൻ്റെ ഒരു മോഡൽ നടക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനം? ഇപ്പം ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവുമായി ബന്ധപ്പെട്ട് നമ്മൾ കർത്താവിൻ്റെ പിന്നാലെ പോകാൻ തീരുമാനിക്കുമ്പോൾ ചില വില കൊടുക്കേണ്ടി വരും. ആ വില കൊടുക്കുന്നത് കാരണം ഒരു മോർണിംഗ്, അതായത് കറുപ്പുടുത്ത് നടക്കുന്ന അനുഭവത്തിലൂടെ കടന്നു പോകും. അതുകൊണ്ടാണല്ലോ യേശു പറഞ്ഞത്, ഈ വഴി ഇടുക്കോ ഞെരുക്കോ ഉള്ള വഴിയാണ്, വില കൊടുക്കേണ്ട വഴിയാണ്. എന്നാൽ ആ വില കൊടുത്ത് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ചിലപ്പോൾ നമ്മളോട് തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതിൻ്റെയൊക്കെ ആവശ്യം വല്ലതും ഉണ്ടോ? മറ്റുള്ളവരൊക്കെ ജീവിക്കുന്നത് പോലെ അങ്ങ് അടിച്ചു പൊളിച്ചങ്ങ് ജീവിച്ചാൽ പോരെ? കർത്താവിൻ്റെ പിന്നാലെ ഈ വില കൊടുത്ത് ജീവിക്കുന്നതിൽ അർത്ഥമുണ്ടോ? അങ്ങനത്തെ വാക്കുകൾ പറയുമ്പോൾ എന്താണ് യഹോവ പറയുന്നത്? ഈ വാക്കുകൾ എനിക്ക് അതികഠിനമാണ്. കർത്താവിൻ്റെ പിന്നാലെ പോകുന്നത് വ്യർത്ഥമാണ് എന്ന് പറയുന്നത് അതികഠിനമായ വാക്കുകൾ. എന്നാൽ ഇവിടെ ഒരു എൻകറേജിങ് ഒരു ന്യൂസ് ഉണ്ട്. എന്താണ് എൻകറേജ്മെൻ്റ് ആയിട്ട് പറയുന്നത്? മലാഖി 3:16 മുതൽ 18 വരെ, 16 to 18. യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. യഹോവ ഭക്തന്മാർക്കും അവൻ്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവൻ്റെ സന്നദ്ധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വെച്ചിരിക്കുന്നു. ഞാൻ ഉണ്ടാക്കുവാനുള്ള
ദിവസത്തിൽ അവർ എനിക്കൊരു നിക്ഷേപമായിരിക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. ഒരു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്നത് പോലെ ഞാൻ അവരെ ആദരിക്കും. അപ്പോൾ നിങ്ങൾ നീതിമാനും ദുഷ്ടനും തമ്മിൽ, ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം വീണ്ടും കാണും. കർത്താവ് പറയാൻ ആഗ്രഹിച്ച എന്നാണെന്നറിയാമോ? നിങ്ങൾ ഇപ്പൊ കാണുന്നത് പോലല്ല, ഞാൻ ഇതെല്ലാം നിത്യതയുടെ വെളിച്ചത്തിലാണ് കാണുന്നത്. ഇന്നലെയും ഇന്നും നാളെയും ഒരുമിച്ച് കാണാൻ കഴിവുള്ള സർവശക്തനായ ദൈവം. അപ്പോൾ ഞാൻ കാണുന്നത് എന്താണ്? ഇന്ന് എൻ്റെ ചുറ്റും നടക്കുന്നത്, ദുഷ്ടന്മാർ പെരുകുന്നു, അവർക്കൊരുപാട് അഭിവൃദ്ധി. കർത്താവിൻ്റെ പിന്നാലെ നന്മ ചെയ്ത് നടക്കുന്നവനോ പ്രയാസവും ദുഃഖവും. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇതിനെന്താ അർത്ഥം? കർത്താവിനെ സേവിക്കുന്നതിൽ എന്താ അർത്ഥം എന്ന് ഞാൻ ചോദിക്കുമ്പോൾ ദൈവം ഇത് മുഴുവനായി കാണുന്നു. ഹീ സീസ് ഇറ്റ് ഓൾ. അതുകൊണ്ട് കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങൾ. ഒന്ന്, ഇങ്ങനെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ, ഭക്തന്മാർ സംസാരിക്കുമ്പോൾ യഹോവ ശ്രദ്ധിക്കുന്നു. അപ്പം നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോൾ യഹോവ ശ്രദ്ധ വെച്ച് കേൾക്കുന്നു എന്നുള്ളത് കർത്താവ് തന്നെ പറയുന്നു. ഇപ്പോൾ നമ്മൾ രാവിലെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞു, നമ്മുടെ പ്ലാൻസിനെ കുറിച്ച് പറയുന്നു, നമ്മുടെ ആഗ്രഹങ്ങളെക്കുറിച്ച് പറയുന്നു, നമ്മുടെ ആവശ്യങ്ങളെക്കുറിച്ച് പറയുന്നു. കർത്താവ് പറയുകയാണ്, ഞാനിത് ശ്രദ്ധ വെച്ച് കേൾക്കുന്നു. ഗോഡ് ഡസ് നോട്ട് മിസ് എ തിങ്. ഗോഡ് ഡസ് നോട്ട് മിസ് എ തിങ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ തമ്മിൽ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഗോഡ് ഡിലൈറ്റ്സ്. ദൈവം ഇത് ഒരുപാട് എൻജോയ് ചെയ്യുന്നൊരു കാര്യമാണ്, തമ്മിൽ ഭക്തന്മാർ സംസാരിക്കുമ്പോൾ. അതുകൊണ്ടാണ് ഭക്തന്മാരുടെ ഒരു കൂട്ടം നമുക്ക് എപ്പോഴും, ആ സമൂഹം നമുക്കെന്നും ആ ഫെലോഷിപ്പ് ആവശ്യമാണ്. നമ്മുടെ ക്രിസ്തീയ ജീവിതം തന്നെത്താനെ ജീവിച്ച് തീർക്കേണ്ടതല്ല. ഇറ്റ് ഈസ് മെൻ ടു ബി ലിവ്ഡ് ഇൻ ഫെലോഷിപ്പ്. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ യഹോവ ശ്രദ്ധ വെച്ച് കേൾക്കുന്നു. എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർത്താവ് മറന്നിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു പ്രധാന വാക്യമാണ് ഇത്. പിന്നെ അതിനോട് ചേർത്ത് പറയുന്നത് എന്നാ, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കാര്യങ്ങൾ യഹോവ ശ്രദ്ധ വെച്ച് കേൾക്കുന്നു എന്ന് മാത്രമല്ല, കർത്താവിനെ പിൻപറ്റുവാനും കർത്താവിനെ സേവിപ്പാനും ആരെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? യഹോവയുടെ സ്മരണ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. ദൈവം മറക്കത്തില്ല. കർത്താവിൻ്റെ പിന്നാലെ ഒരുവൻ പോകാൻ തീരുമാനിച്ചാൽ യഹോവയെ ഭയപ്പെട്ട്, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. എന്താണെന്നറിയാം, അവിടെ എഴുതിയിരിക്കുന്നത്, യഹോവ ഭക്തന്മാർക്കും അവൻ്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവൻ്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം. അതിൻ്റെ ലിറ്ററൽ ട്രാൻസ്ലേഷൻ, യഹോവയെ ഭയപ്പെടുന്നവർ, അവരെക്കുറിച്ചൊരു സ്മരണ പുസ്തകം കർത്താവ് എഴുതിയിട്ടുണ്ട്. കർത്താവിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതല്ല, കർത്താവിന് വേണ്ടി വൻ കാര്യങ്ങൾ നടത്തിയെടുത്തു എന്നുള്ളതല്ല. പക്ഷെങ്കിൽ എന്താണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്? കർത്താവിനെ ഭയപ്പെടുന്നവർ. ഞാൻ കഴിഞ്ഞിടയിൽ ഹൈദരാബാദിൽ ശുശ്രൂഷിക്കാൻ ചെന്നപ്പോൾ എന്നെ വണ്ടി ഓടിക്കാൻ കൊണ്ടുപോയ ഒരു ചെറുപ്പക്കാരൻ, നല്ലൊരു മിടുക്കൻ പയ്യൻ. അവന് CAക്ക് പ്രിപ്പയർ, എല്ലാ പ്രാവശ്യം എഴുതുന്നതെല്ലാം ഫസ്റ്റ് ടൈം ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഞാനിങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, ഇപ്പം എന്താണ് മെഡിറ്റേറ്റ് ചെയ്യുന്നത്, ഏതാ വിഷയം? അപ്പം എന്നോട് പറഞ്ഞു, ഞാൻ കുറച്ച് നാളുകളായിട്ട് കർത്താവിനോട് ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ്, നീ അങ്ങയെ ഭയപ്പെടുന്ന ഒരു ഹൃദയം എനിക്ക് തരണമേ. ഗിവ് മീ എ ഹാർട്ട് ദാറ്റ് ഫിയേഴ്സ് യുവർ നെയിം. നല്ലൊരു പ്രാർത്ഥനയല്ലേ? കാരണം ഇന്ന് യഹോവയുടെ ഭയമുണ്ടല്ലോ, ഇന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുക. ഭയം എന്ന് പറഞ്ഞാൽ അവിടെ വിറയ്ക്കുക എന്നുള്ളത് അതല്ല അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ഈ എബ്രായ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ തീ ഇറങ്ങിയ ഒരു മലയുടെ അടുക്കലല്ല നിങ്ങൾ വരുന്നത്, അല്ലേ? നമ്മൾ വരുന്നത് ധൈര്യത്തോടെ കൃപാസനത്തിൻ്റെ അതിരെയാണ്. പക്ഷെങ്കിൽ ഈ യഹോവയെ ഭയപ്പെടുക എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ഘടകമാണ് നമ്മുടെ ജീവിതത്തിൽ. ഫിയർ ഓഫ് ദ ലോർഡ്. ജ്ഞാനത്തിൻ്റെ ആരംഭം അതാണ്. ദൈവഭക്തിയുടെ ആരംഭം അതാണ്. വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിന്റെ ആരംഭം യഹോവയെ ഭയപ്പെടുക. യഹോവയെ ഭയപ്പെടുന്നവൻ വേറെ ഒന്നിനെയും ഭയപ്പെടത്തില്ല. യഹോവയെ ഭയപ്പെടുന്നവൻ പാപത്തെ സ്നേഹിക്കത്തില്ല. യഹോവയെ ഭയപ്പെടാത്തത് കൊണ്ടാണ് നമ്മൾ പലതിനെയും ഭയപ്പെടുന്നത്. ഭയപ്പെടേണ്ടതിനെ ഭയപ്പെട്ടാൽ ഈ മറ്റു ചില കാര്യങ്ങളെ നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യം വരത്തില്ല. യഹോവയെ ഭയപ്പെടണം പ്രിയമുള്ളവരെ. അതിനുവേണ്ടി നാം പ്രാർത്ഥിക്കണം. അപ്പോൾ അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, ഇങ്ങനെയുള്ളവരുടെ പേര് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ഒരു അപ്പൻ തൻ്റെ മകനെ ആദരിക്കുന്നത് പോലെ ഞാൻ അവരെ ആദരിക്കും. അപ്പോൾ ഒന്ന് പറയുന്നു, ഞാൻ ശ്രദ്ധ വെച്ച് കേൾക്കുന്നു. 2 പറയുന്നു, സ്മരണ പുസ്തകത്തിൽ പേരെഴുതിയിരിക്കുന്നു. 3 പറയുന്നത്, ഞാൻ ആദരിക്കുന്ന ഒരു ദിവസം വരുന്നു.
പ്രിയമുള്ളവരെ, കർത്താവിന് വേണ്ടി നാം നിൽക്കുമ്പോൾ, കർത്താവിന് വേണ്ടി നിന്ന് സഹിക്കുമ്പോൾ, കർത്താവിന് വേണ്ടി നാം പ്രയത്നിക്കുമ്പോൾ, കർത്താവ് ഒരു ആദരിക്കുന്ന ദിവസം വരുന്നുണ്ട്. അത് മറക്കരുത്. ആദരിക്കുന്ന ഒരു ദിവസം വരുന്നുണ്ട്. ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞങ്ങളുടെ ഇവിടെ ഒരു പ്രയാസം വന്നു. ശുശ്രൂഷയിൽ ഒരുപാട് വലിയ പ്രയാസങ്ങളിലൂടെ കടന്നുപോയി. അപ്പോൾ ഈ പ്രയാസങ്ങളിലൂടെയൊക്കെ കടന്നു പോയപ്പോൾ എല്ലാവരും വലിയ വിഷമവും പരാതികളൊക്കെ ഇങ്ങനെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്നപ്പോൾ, പ്രായമുള്ളൊരു അപ്പച്ചൻ ഈയിടെ മരിച്ചുപോയി. കുറച്ച് നാളുകൾക്ക് മുമ്പ് മരിച്ചു. കുറച്ചെന്ന് പറഞ്ഞാൽ 2 ആഴ്ചയ്ക്ക് മുമ്പ്, 2-3 ആഴ്ചയ്ക്ക് മുമ്പ് മരിച്ചു. എൻ്റെ വലിയപ്പച്ചൻ്റെ കൂടെയൊക്കെ ഇവിടെ വന്ന് പ്രവർത്തിച്ച ഒരു അപ്പച്ചനാണ്. ഇവിടെ എപ്പോഴും വന്ന് കിടക്കാനും താമസിക്കും. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രയാസവും പരിപാടിയും ഒക്കെ പറഞ്ഞ് എങ്ങനെയാണ് നമ്മൾ വേല മുന്നോട്ട് കൊണ്ടുപോകാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അപ്പച്ചൻ എഴുന്നേറ്റ് നിന്ന് തൻ്റെ ഇടറിയ ശബ്ദം, പാടാനൊന്നും വലിയ കഴിവില്ല അപ്പച്ചന്, അപ്പച്ചൻ പാടിയ ഒരു പാട്ടാണ്, പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ അധികമില്ലിനിയും നാളുകൾ നമ്മുടെ. അപ്പം ഇങ്ങനെ ആ പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ അധികം നാൾ ഇനി ഇല്ലെന്ന് അങ്ങോട്ട് പാടി അപ്പച്ചൻ അങ്ങോട്ട് പറഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഇത്രയും നേരം പറഞ്ഞ പരാതിയും വിഷമവും ബുദ്ധിമുട്ടും എല്ലാം അങ്ങ് പറന്നുപോയി. പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിക്കുന്നു, ആളുകൾ സംസാരിക്കുന്നു, അടുത്തത് എന്താ ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ചുള്ള. അപ്പോൾ ഈ ഇറ്റേണിറ്റി പെർസ്പെക്റ്റീവ്, കർത്താവ് പ്രതിഫലം ആദരിക്കുന്ന ഒരു ദിവസം ഉണ്ട് എന്നുള്ളത് മനസ്സിലായ പ്രിയമുള്ളവർ, ഒരു കാര്യം നമുക്കറിയാം, ആളുകളുടെ മുമ്പിൽ നമുക്ക് വലിയ ആദരവൊന്നും കിട്ടിയില്ലെങ്കിലും യാതൊരു പ്രയാസവുമില്ല. ആദരിക്കേണ്ടവൻ ആദരിക്കാൻ വരുന്നുണ്ട്. അതുകൊണ്ട് ആ ദിവസത്തിനായി കാത്തിരിക്കാം. പിന്നെ അവസാനം പറയുന്നത് എന്നാ, അവരെനിക്കൊരു നിക്ഷേപമായിരിക്കും. ദേ വിൽ ബി ജുവൽസ്. ദേ വിൽ ബി ജുവൽസ്. 4 കാര്യങ്ങളാണ് പറയുന്നത്. 1, ഞാൻ ശ്രദ്ധ വെച്ച് കേൾക്കുന്നു. 2, സ്മരണ പുസ്തകത്തിൽ പേരെഴുതിയിരിക്കുന്നു. 3, ആദരിക്കുന്നൊരു ദിവസം ഞാൻ വരുന്നുണ്ട്. 4, പറയാണ് അവരെനിക്കൊരു നിക്ഷേപമായിരിക്കും. ദേ വിൽ ബി ജുവൽസ്. അതാണ് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എഴുതിയിരിക്കുന്നത്. ഈ എല്ലാ കാലഘട്ടത്തിലും മനസ്സിലാക്കണ്ടേ പ്രിയമുള്ളവരെ, എല്ലാ കാലഘട്ടം, ഇൻ എവറി ജനറേഷൻ, ഇൻ എവറി സീസൺ, കർത്താവിൻ്റെ നിക്ഷേപങ്ങൾ ഉണ്ട്. കർത്താവിന് ജുവൽസ് ഉണ്ട്. കർത്താവിൻ്റെ രത്നങ്ങളുണ്ട് എല്ലാ കാലഘട്ടത്തിലും. ചിലപ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ ഓർക്കും, ഈ ആത്മീയ കാലഘട്ടം ഇത്രയും അധപ്പതിച്ചു പോയല്ലോ എന്ന് ചിന്തിക്കുന്ന കാലഘട്ടത്തിലും ഗോഡ് ഹാസ് ഹിസ് ജുവൽസ്. ഇന്നലെ ഞാൻ അറിയാതെ യൂട്യൂബിൽ ഇങ്ങനെ പോയപ്പോൾ ഒരാളുടെ പ്രസംഗം കേട്ടു. കേരളക്കരയിൽ എന്തോ മണ്ടത്തരമാ വിളിച്ചു പറഞ്ഞു. ഞാൻ എന്നിട്ട് ഓർത്തു, കർത്താവ്, ഇങ്ങനെയുള്ളവരെ കേൾക്കാനാണല്ലോ ആളുകൾ പിന്നെയും പോകുന്നു. എനിക്ക് ഉള്ളിൽ വലിയ വിഷമം വന്നു. ആളുകൾ എന്താ ഇങ്ങനെ വഞ്ചിക്കപ്പെടുന്നത്? ഇത്ര വലിയ മണ്ടത്തരം, വേദപുസ്തകവുമായി യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടും വൈ ഡു പീപ്പിൾ സ്റ്റിൽ ഫ്ലോക്ക് എന്നൊക്കെ വിചാരിച്ച് ഞാനിങ്ങനെ വിഷമം. അപ്പോൾ കർത്താവ് എന്നെ ഓർമ്മിപ്പിച്ചൊരു കാര്യമുണ്ട്, എല്ലാ കാലഘട്ടത്തിലും ദൈവത്തിന് തൻ്റെ രത്നങ്ങളുണ്ട്. കർത്താവിനോട് ചേർന്ന് നടക്കുന്ന, വചനത്തോട് നീതി പുലർത്തുന്ന ഗോഡ് ഹാസ് ഹിസ് ജുവൽസ്. ഗോഡ് ഹാസ് ഹിസ് ജുവൽസ്. ഈ രത്നങ്ങളുടെ പ്രത്യേകത എന്താ? ഈ നിക്ഷേപത്തിന്റെ പ്രത്യേകത എന്താ? 1, ദേ ആർ ഹാർഡ് ആൻഡ് ഡ്യൂറബിൾ. നിലനിൽക്കുന്നതാണ്. 2, തിളങ്ങുന്ന രത്നങ്ങളാണ്. 3, ഇത് റെയറാണ്. ഈ രത്നങ്ങൾ എന്ന് പറഞ്ഞാലുണ്ടല്ലോ എല്ലായിടത്തും കിട്ടുന്ന സാധനമല്ല. ചപ്പും ചവറിൻ്റെ കൂട്ടത്തിൽ കാണത്തില്ല. റെയറാണ്. അവിടെയും ഇവിടെയുമായിട്ട് ദൈവത്തിൻ്റെ മക്കളുണ്ട്. പിന്നെന്താണ്? ദേ ആർ മെയ്ഡ് ബൈ ഗോഡ് അലോൺ. ദൈവം തന്നെ സൃഷ്ടിച്ചതാണ് രത്നങ്ങൾ. രത്നങ്ങൾ മനുഷ്യനുണ്ടാക്കുന്നതല്ല, അത് സിന്തറ്റിക്. ഒറിജിനൽ വേണമെങ്കിൽ ദൈവം തന്നെ ഉണ്ടാക്കിയാലേ ഒക്കത്തുള്ളൂ. പിന്നെന്താണ്? ഈ രത്നങ്ങൾ പല സൈസിൽ വരും, പക്ഷെ അവരെല്ലാം രത്നങ്ങളാണ്. ഇപ്പം നമ്മുടെ പേഴ്സണാലിറ്റിയിൽ വ്യത്യാസം കാണും, നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ വ്യത്യാസം കാണും, എല്ലാ വേരിയസ് ഷേപ്സ് ആൻഡ് സൈസസ് ആയിരിക്കും, പക്ഷെ എല്ലാ രത്നങ്ങളാണ്. ലോകത്തിൻ്റെ എല്ലാ സ്ഥലത്തും രത്നങ്ങളെ കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മക്കൾ എല്ലാ സ്ഥലത്തും ഉണ്ട്. ഏലിയാവ് പറഞ്ഞു, കർത്താവേ ഞാനേ ഉള്ളൂ. കർത്താവ് പറഞ്ഞു, നീ മാത്രമല്ല, 7000 പേര് എനിക്കുണ്ട്, നീ അതിനെക്കുറിച്ച് വിഷമിക്കണ്ട. ദേ ആർ ഓൾവേസ് അസോസിയേറ്റഡ് വിത്ത് റോയൽറ്റി, അല്ലേ? ഇതിനൊരു റോയൽറ്റി ഉണ്ട്. ദേ ആർ പ്രൊട്ടക്റ്റഡ്. എവിടെ രക്തങ്ങളെ കാണുന്നത്? രക്തങ്ങളെ കാണുന്നത് എപ്പോഴും പ്രൊട്ടക്റ്റഡ് എൻവയൺമെൻറ്റിലാണ്. അതിനെ വെറുതെ എവിടെയെങ്കിലും കൊണ്ട് കളയത്തില്ല. സം ആർ ഹിഡൻ ആൻഡ് അൺഡിസ്കവർഡ്. രക്തങ്ങളുടെ പ്രത്യേകത തന്നെ പലതും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ദൈവത്തിൻ്റെ രാജ്യത്തിൽ ഇപ്പോഴും പല രത്നങ്ങളെ കണ്ടുപിടിച്ചിട്ടില്ല. അവരുണ്ട്, പക്ഷെങ്കിൽ ഇതുവരെ ആളുകൾ കണ്ടുപിടിച്ചിട്ടില്ല. സം ആർ നോട്ട് യെറ്റ് പോളിഷ്ഡ്. നമ്മളിൽ ചിലരെയൊക്കെ കർത്താവ് ഇപ്പോഴും പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. തിളങ്ങാത്തതിൻ്റെ കാരണം രത്നങ്ങൾ അല്ലാഞ്ഞതുകൊണ്ടല്ല, പക്ഷെങ്കിൽ ഗോഡ് സ്റ്റിൽ പോളിഷിങ്. നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട് പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഒരു കാര്യമുണ്ട്, കർത്താവ് പറയുന്നു, ഒരു ദിവസം കർത്താവിനെ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ കാണും. യു വിൽ നോ ദ ഡിഫറൻസ്. പിന്നെ നമ്മുടെ വിഷയത്തിലേക്ക് വരികയാണ്. എന്താണ് ദൈവത്തിൻ്റെ മഹാദിവസം? അവിടെ 2 കാര്യങ്ങളാണ് പറയുന്നത്. 1, ദുഷ്ടന്റെ അവസാനം. 2, നീതിമാന്റെ അവസാനം.
അപ്പോൾ ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. മലാക്കി പ്രവചനം പഴയ നിയമം അവസാനിക്കുന്നതിന് മുമ്പ് കർത്താവ് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു മഹാദിവസം വരുന്നു. ദർ ഇസ് എ ഡേ ദാറ്റ് ഇസ് കമ്മിങ്. ഈ ദിവസം എന്ന് പറയുന്നത് രണ്ടു പേർക്ക് രണ്ട് അവസാനം. ഒന്ന് ദുഷ്ടന്റെ അവസാനം, രണ്ട് നീതിമാന്റെ അവസാനം. ദുഷ്ടന്റെ അവസാനം എന്താണ്? ചൂള പോലെ കത്തുന്ന ഒരു ദിവസം. 4:1 മലാക്കായ് 4:1. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവൃത്തിക്കാരും താളടിയാകും. വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പും ശേഷിപ്പിക്കാതെ അവരെ ദഹിപ്പിച്ചു കളയും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. അപ്പോൾ ഈ മഹാദിവസം എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ദുഷ്ടൻ വേരും കൊമ്പും ശേഷിപ്പിക്കാതെ അവനെ ദഹിപ്പിച്ചു കളയും. നീ ആരാണെന്നുള്ളത് വിഷയമല്ല, എത്ര വലിയ പുള്ളിയാണെന്നുള്ളത് വിഷയമല്ല. കർത്താവുമായിട്ട് നീ നിരന്നിട്ടില്ല എങ്കിൽ വേരും കൊമ്പും ഉൾപ്പെടെ സകലതും കത്തിച്ചു കളയുന്ന ഒരു ദിവസം. ദിസ് ഇസ് ദ ഫൈനൽ ജഡ്ജ്മെന്റ്. അതാണ് ദുഷ്ടന്റെ അവസാനം. 2, നീതിമാന്റെ അവസാനം എന്തുവാ? അപ്പൊ ഇത് മനസ്സിലാക്കണം. കാരണം ആളുകൾ പറയാണ് കർത്താവിനെ പിൻപറ്റുന്നതിൽ എന്താ അർത്ഥം, നീതി പ്രവർത്തിക്കുന്നതിൽ എന്താ അർത്ഥം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് പറയാണ് ഇതിനൊരു അവസാനമുണ്ട്. ഇതിന്റെ അവസാനം നിങ്ങൾ കാണണം. അവസാനത്തിൽ നീതിമാൻ എങ്ങനെ അവസാനിക്കാൻ പോകുന്നത്? 2-ാമത്തെ വാക്യം 4:2. എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങളോ നീതി സൂര്യൻ തന്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും. നിങ്ങളും പുറപ്പെട്ട് തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാക്കളെ പോലെ തുള്ളിച്ചാടും. ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ ദുഷ്ടന്മാർ നിങ്ങളുടെ കാലിൻ കീഴിൽ വെണ്ണീർ ആയിരിക്ക കൊണ്ട് നിങ്ങൾ അവരെ ചവിട്ടിക്കളയും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. ഞാൻ ഹോരേബിൽ വെച്ച് എല്ലാ ഇസ്രായേലിനും വേണ്ടി എൻ്റെ ദാസനായ മോശയോട് കൽപ്പിക്കുന്ന ന്യായപ്രമാണവും ചട്ടങ്ങളും വിധികളും ഓർത്തുകൊള്ളുവീൻ. എന്നാൽ നീതിമാന്റെ അവസാനം എങ്ങനെയാ പറയുന്നറിയോ? ദ സൺ ഓഫ് റൈച്ചസ്നെസ് വിൽ അറൈസ് വിത്ത് ഹീലിംഗ് ഇൻ ഹിസ് വിങ്സ്. നീതി സൂര്യൻ തൻ്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടുകൂടെ പറന്ന് ഉദിക്കും. അപ്പോൾ അവിടെ എന്താ പറയുന്നത്? നാം കർത്താവിനെ ഭയപ്പെട്ട് കർത്താവിൻ്റെ വഴിയിൽ നടക്കുന്നുവെങ്കിൽ എന്താണ് നമ്മുടെ അവസാനം? ദ സൺ ഓഫ് റൈച്ചസ്നെസ് വിൽ റൈസ്. സൂര്യനെ കുറിച്ചല്ല പറയുന്നത്, യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. നീതി സൂര്യൻ അങ്ങനെ എഴുന്നേറ്റ് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇന്ന് നാം നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന സകല പ്രയാസങ്ങൾക്കും അവസാനം അന്നുണ്ടായിരിക്കും. ചിലപ്പോൾ ഈ ലോകത്തിൽ ഉണ്ടായിരിക്കാം പ്രയാസങ്ങൾ, എന്നാൽ ആ പ്രയാസങ്ങളുടെ അവസാനം നീതി സൂര്യൻ വരുമ്പോൾ. അതുകൊണ്ടാണ് വേട്ടമല ഫിലിപ്പോസ് ഉപദേശിയുടെ പാട്ട് നിങ്ങൾക്കറിയാവുന്ന ഞാൻ വിശ്വസിക്കുന്നു. ഈ വേട്ടമല ഫിലിപ്പോസ് ഉപദേശി ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ ചെന്നപ്പം അദ്ദേഹത്തിനെ കളിയാക്കി. അദ്ദേഹത്തിൻ്റെ സ്കിന്നിൻ്റെ കളർ ഇങ്ങനെയാണ്, അങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് അദ്ദേഹത്തിനെ കളിയാക്കി. അന്ന് കളിയാക്കിയപ്പോൾ മാറി നിന്ന് എഴുതിയ പാട്ടാണ് നീതി സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയൻ കാന്തിയാൽ എൻ ഇരുൾ നിറം മാറിടുമെന്ന് രാജരാജ പ്രതിഭയെ ധരിപ്പിച്ചിട്ട് എന്നെ തൻ കൂടവെ ഇരുത്തുന്ന രാജാവ് വേഗം വരും. എൻ പ്രിയ രക്ഷകൻ നീതിയിൻ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. അപ്പോൾ എൻ്റെ ഇരുൾ നിറം മാറുന്ന ഒരു ദിവസം വരുന്നുണ്ട്, നീതി സൂര്യൻ വരുമ്പോൾ. അതാണ് അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചത്. എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് ഫിസിക്കൽ എയിൽമെന്റ്സ് ഉണ്ട്, നമ്മുടെ ആത്മീയമായ ജീവിതത്തിൽ നമുക്ക് പരാജയങ്ങളുണ്ട്. എന്നാൽ ഒരു ദിവസം നീതി സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയൻ കാന്തിയാൽ എൻ്റെ ഇരുൾ നിറം അന്ന് മാറും. അതാണ് ദ ഹോപ്പ് ഓഫ് ദ റൈച്ചസ്. അപ്പോൾ ദുഷ്ടന്റെ അവസാനം എങ്ങനെയോ അങ്ങനെയല്ല നീതിമാന്റെ അവസാനം. നമുക്കൊരു ഗ്ലോറിയസ് എൻഡിങ് ഉണ്ട് എന്നുള്ളതാണ് കർത്താവ് പറയാൻ ആഗ്രഹിച്ചത്. എന്നിട്ട് നിങ്ങൾ എങ്ങനെ പശുക്കിടാക്കളെ പോലെ തുള്ളി ചാടും. സന്തോഷത്തിന്റെ അവസാനം. അപ്പോൾ ഇന്ന് ഒരു പക്ഷെങ്കിൽ ജീവിതത്തിന്റെ ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് ചിലപ്പോൾ അവസ്ഥകൾ മാറിയില്ലെങ്കിൽ ഒരു ദിവസം there is coming a day നമ്മുടെ സകല രോഗവും നമ്മുടെ സകല പ്രയാസങ്ങളും നമ്മുടെ സകല വേദനകളും മാറുന്ന ഒരു ദിവസവും പാപത്തിൽ നിന്ന് തന്നെ നമ്മെ നീക്കിക്കളഞ്ഞ് കർത്താവിനോട് കൂടെ ചേർക്കുന്ന ഒരു ദിവസം. അന്ന് ദുഷ്ടന്റെ മേൽ നാം ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ പറയുന്നൊരു കാര്യമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ന്യായപ്രമാണം മറന്ന് പോകരുത്. ഈ ന്യായപ്രമാണത്തെക്കുറിച്ച് പറയുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ആ വിധികളും ചട്ടങ്ങളും നിങ്ങൾ ഓർത്തുകൊള്ളുവീ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് റിമെമ്പർ ചെയ്യാനല്ല, അതിനെക്കുറിച്ച് നിങ്ങൾ ധ്യാനിക്കണം, അത് നിങ്ങൾ അനുസരിക്കണം. പിന്നെന്താ പറയുന്നത്? പിന്നെ ഒരു പ്രവചനമാണ് 5ഉം 6ഉം. എന്താണ് പ്രവചനം? അവസാനം നിർത്താൻ പോവുക കേട്ടോ. മലാക്കി തൻ്റെ പുസ്തകം നിർത്താൻ പോവാണ്. പഴയ നിയമത്തിന്റെ അവസാനത്തെ പുസ്തകത്തിന്റെ അവസാനത്തെ ഭാഗം ഒരു പ്രവചനമാണ്. എന്താണ് പ്രവചനം? യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഏലിയാ പ്രവാചകനെ അയക്കും.
ഞാൻ വന്ന് ഭൂമിയെ സംഹാര ശബ്ദം കൊണ്ട് ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിരപ്പിക്കുക. അവസാനം കേഴ്സിങ്ങിലാണ് അവസാനിപ്പിക്കുന്നത് കേട്ടോ. അവസാനം ഒരു 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 എന്താ പറയണ്ടേ, ഒരു ശാപത്തിലാണ് അവസാനിപ്പിക്കുന്നത്. എന്താ പറയുന്നത്? യഹോവയുടെ വലുതും ഭയങ്കരമായ ഒരു ദിവസം വരുന്നുണ്ട്. അതിനു മുമ്പ് ഞാൻ ഏലിയാവിനെ അയക്കും. കർത്താവിൻ്റെ, ഞാൻ പ്രൊഫറ്റിക് ടെലിസ്കോപ്പിങ്ങിനെ കുറിച്ച് ഓർമ്മിപ്പിച്ചല്ലോ. കർത്താവിൻ്റെ ദിവസം വന്നപ്പോൾ ഏലിയാവിൻ്റെ ആത്മാവുള്ള ആരെ വിട്ടു? യോഹന്നാൻ സ്നാപകനെ വിട്ടു. പക്ഷെ അത് വലുതും ഭയങ്കരമായിട്ടുള്ള ദിവസമല്ലായിരുന്നു, അത് കർത്താവിൻ്റെ ആദ്യത്തെ വരവായിരുന്നു. കർത്താവ് രണ്ടാമത് വരുമ്പോൾ അവൻ്റെ വലുതും ഭയങ്കരവുമായ ദിവസം, ഹിസ് ഡ്രെഡ്ഫുൾ ഡേ, അന്ന് ന്യായം വിധിക്കാൻ. ആദ്യം അവൻ വന്നത് ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന കുഞ്ഞാടായിട്ടാണ് വന്നത്. ഹി കെയിം ആസ് ദ സേവിയർ ഓഫ് ദ വേൾഡ് ദ ഫസ്റ്റ് ടൈം. രണ്ടാമത്തെ പ്രാവശ്യം അവൻ വരുമ്പോൾ ലോകത്തെ ന്യായം വിധിക്കാൻ വേണ്ടിയാണ് വരുന്നത്. അതിനു മുമ്പായിട്ട് ആദ്യം യോഹന്നാൻ സ്നാപകനെ വിട്ടു ഏലിയാവിൻ്റെ ആത്മാവിനാൽ. രണ്ടാമത്തെ പ്രാവശ്യം അവൻ വരുമ്പോൾ ഏലിയാവിനെ അവന് മുമ്പായി അയക്കും. വെളിപ്പാട് പുസ്തകം നമ്മൾ പഠിച്ചപ്പോൾ നിങ്ങൾ ഓർക്കുന്നോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞൊരു കാര്യം, 2 സാക്ഷികളെക്കുറിച്ച് പറയുന്നുണ്ട്, അന്ത്യകാലത്ത് വരുന്ന 2 സാക്ഷികൾ. ഈ 2 സാക്ഷികളും മോശയും ഏലിയാവും ആകാൻ സാധ്യതയുണ്ടെന്നുള്ളതിൻ്റെ നല്ല തെളിവാണ് മലാക്കി 4. കാരണം അവിടെ മോശയെക്കുറിച്ച് പറയുന്നു, പിന്നെ ഏലിയാവിനെ കുറിച്ച് പറയുന്നു. ഈ പുതിയ നിയമത്തിലും മറുരൂപ മലയിൽ യേശുവിനോട് കൂടെ കണ്ട 2 പേരാരാ? മോശയും അതുപോലെ തന്നെ ഏലിയാവും. അതുകൊണ്ട് അവർ തന്നെ ആയിരിക്കും വെളിപ്പാട് പുസ്തകം 11-ാമത്തെ അധ്യായത്തിലെ 2 സാക്ഷികൾ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണല്ലോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വെളിപ്പാട് പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, പെസഹയുടെ സമയത്ത് യഹൂദ കുടുംബങ്ങളിൽ ഒരു കപ്പിനകത്ത് വീഞ്ഞ് നിറച്ച് അത് തൊടത്തില്ല. ആ വീഞ്ഞ് അവിടെ വെച്ചിരിക്കുന്നതിൻ്റെ ഒറ്റ കാരണം പ്രവചനമുണ്ട്. എന്താണ് പ്രവചനം? മെസിഹ വരുന്നതിന് മുമ്പ് അവിടെ ഒരു ഏലിയാവ് ഉണ്ടാവും. അപ്പോൾ ആ കപ്പ് അവിടെ വെച്ചിരിക്കുന്നത് ഏലിയാവിന് വേണ്ടി വെച്ചിരിക്കുന്ന കപ്പാണ്. എല്ലാ കുടുംബങ്ങളിലും പെസഹയുടെ സമയത്ത് ഒരു കപ്പ് അവർ തൊടത്തില്ല. അത് ഏലിയാവിൻ്റെ വരവിനെ ഓർത്താണ് അവർ കാത്ത് നിൽക്കുന്നത്. എന്നാൽ അവർ മനസ്സിലാക്കാത്തൊരു കാര്യം, യേശു കർത്താവ് അവരുടെ പാപത്തിൻ്റെ മോചനത്തിനായി 2000 വർഷങ്ങൾക്ക് മുമ്പ് വന്നു. അവനെ തന്നെയാണ് അവർ ക്രൂശിച്ചത് എന്നുള്ളത് അവരുടെ കണ്ണ് അന്ധമായതിനാൽ, കർത്താവ് അവരുടെ കണ്ണ് അന്ധമാക്കിയതിനാൽ അവർക്കത് കാണാൻ സാധിക്കുന്നില്ല. പക്ഷെങ്കിൽ രണ്ടാമത് കർത്താവ് വരുമ്പോൾ സകല കാണും, അവനെ കുത്തി തുളച്ചവർ പോലും കാണും എന്നുള്ളത് വ്യക്തമായി ബൈബിൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ആ കാര്യത്തെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് എല്ലാ യഹൂദ കുടുംബത്തിലും ഒരു വീഞ്ഞിൻ്റെ കപ്പ് തൊടാതെ നിറച്ചവിടെ വെച്ചിരിക്കും, പെസഹയുടെ സമയത്ത് ഏലിയാവിൻ്റെ വരവിനെ ഓർത്ത്. ദ ഗ്രേറ്റ് ഡേ ഓഫ് ദ ലോർഡ്. പഴയ നിയമം അവസാനിപ്പിക്കുന്നത് എങ്ങനെ അവസാനിക്കുന്നത്? അവരെ ദണ്ഡിപ്പിക്കുന്ന ഒരു ദിവസം, അതിനെക്കുറിച്ചാണ് പറയുന്നത് അല്ലേ? ദ കേഴ്സ്. കാരണം എന്നാ? നിങ്ങൾക്ക് ന്യായപ്രമാണത്തിൽ നിൽക്കാൻ സാധിച്ചിട്ടില്ല. കർത്താവിനെ അനുസരിച്ച് നടക്കണമെന്ന് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് മുഴുവനായി അനുസരിച്ച് നടക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് എന്നാ? നിങ്ങളെ ദണ്ഡിപ്പിക്കുന്ന ഒരു ദിവസം, ജഡ്ജ്മെന്റ്, വേർഡ്സ് ഓഫ് ജഡ്ജ്മെന്റ്. പഴയ നിയമം അങ്ങനെ അവസാനിക്കുന്നത്, വേർഡ്സ് ഓഫ് ജഡ്ജ്മെന്റ്. ഈ അവസാന ദിവസം, അതായത് അന്ത്യനാൾ, കർത്താവിൻ്റെ ദിവസം, 2 ഇമോഷൻസേ ഉള്ളൂ, 2 കാറ്റഗറി. ഒന്ന്, ഈ ശാപത്തിൻ്റെ കീഴിലായവർ. 2, കർത്താവിൻ്റെ കൃപയിൽ ആയവർ. ഈ 2 കൂട്ടരേ ഉള്ളൂ. കർത്താവിൻ്റെ ആ ഭയങ്കരമായ നാൾ വരുമ്പോൾ മൂന്നാമതൊരു നൺ ഓഫ് ദി അബവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നില്ല. 2 കൂട്ട്, ഇടത്തും വലത്തും. 2 കാറ്റഗറീസ് ഓഫ് പീപ്പിൾ. ഒന്ന്, ഈ ശാപത്തിൻ്റെ കീഴിൽ, പാപത്തിൻ്റെ കീഴിൽ ദൈവത്തിൻ്റെ ന്യായവിധി എന്നേക്കുമായി അനുഭവിക്കാൻ പോകുന്ന ഒരു കൂട്ടം. അതാണ് ഒന്ന്. 2, എന്നാൽ ഈ പുതിയ നിയമം എങ്ങനെ അവസാനിക്കുന്നതെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഈ പുതിയ നിയമം, വെളിപ്പാട് പുസ്തകത്തിന്റെ അവസാനത്തെ വാക്യം നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, 22-21. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളോടെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ദി ഓൾഡ് ടെസ്റ്റമെന്റ് ends with a curse. The New Testament ends with grace. അപ്പോൾ ഈ ശാപത്തിൻ്റെയും ന്യായവിധിയുടെയും കീഴിൽ പെടാതിരിക്കണമെങ്കിൽ ഒരേ വഴി, ദൈവത്തിൻ്റെ കൃപയിലേക്ക് യേശു ക്രിസ്തുവിലൂടെ നാം കയറി വരണം. വേറെ ഒരു വഴിയുമില്ല. ഇനി എന്തൊക്കെ നല്ല പ്രവൃത്തി ചെയ്തെന്നോ, എന്തൊക്കെ ഞാൻ ഈ ലോകത്തിലായിരിക്കുമ്പോൾ പാവങ്ങൾക്ക് കൊടുത്തെന്നോ, ഞാൻ അതൊക്കെ ചെയ്തെന്നോ, ഇതൊന്നും അവിടെ ചെല്ലുമ്പോൾ ചിലവായി പോകത്തില്ല. അവിടെ ചെല്ലുമ്പോൾ ഒരേ കാര്യം,
കൃപയാൽ രക്ഷിക്കപ്പെട്ട അനുഭവം ഉണ്ടോ ഇല്ലയോ? യെസ് ഓർ നോ. ഇഫ് നോ, യു ആർ അണ്ടർ ജഡ്ജ്മെന്റ്. ഇഫ് യെസ്, യു ആർ അണ്ടർ ഗ്രേസ്. ഇത്രയേ ഉള്ളൂ. രണ്ട് കാറ്റഗറി ഓഫ് പീപ്പിൾ. ഒന്നുകിൽ നാം കൃപയുടെ കീഴിൽ, അല്ലെങ്കിൽ ന്യായവിധിയുടെ കീഴിൽ. ബട്ട് താങ്ക്സ് ബി ടു ഗോഡ്, അല്ലേ? യേശു കർത്താവിൻ്റെ ക്രൂശ് നിമിത്തം എനിക്കും നിങ്ങൾക്കും കൃപയുടെ കുടക്കീഴിൽ നിൽക്കാൻ കർത്താവ് ഭാഗ്യം നൽകുന്നു എന്നുള്ളത്. അപ്പോൾ മലാഖിയുടെ അവസാനം പറയുന്നത് മശിഹയെക്കുറിച്ചാണ്. ഫൈനൽ. ഈ പഴയ നിയമം മുഴുവൻ ഉൽപ്പത്തി മുതൽ മലാഖി വരെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരൊറ്റ ഡ്രം ബീറ്റ് ആവർത്തിച്ച് പറഞ്ഞു, മശിഹ വരുന്നു, മശിഹ വരുന്നു. നിങ്ങൾക്ക് പല ചോദ്യങ്ങളുണ്ട്. മലാഖിയിൽ ജനം പല ചോദ്യങ്ങൾ ചോദിച്ചു. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ചോദ്യമുണ്ട്, അതിനെക്കുറിച്ച് ചോദ്യമുണ്ട്, മറ്റതിനെക്കുറിച്ചുണ്ട്. ഈ ചോദ്യങ്ങളുടെ എല്ലാ ഉത്തരം എന്താ? ഇതിൻ്റെ ഒറ്റ ഉത്തരം ഇതേ ഉള്ളൂ, മശിഹയാണ് ഉത്തരം. ദ വേൾഡ് ഹാസ് മെനി ക്വസ്റ്റ്യൻസ്, ദി ആൻസർ ഇസ് ജീസസ് ക്രൈസ്റ്റ്. പല ചോദ്യങ്ങളുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ, എന്തുകൊണ്ട് അങ്ങനെ, എന്തുകൊണ്ട് ഇത് ശരിയാകുന്നില്ല, എന്തുകൊണ്ട് അത് നന്നാകുന്നില്ല? ഒറ്റ ഉത്തരം. ഫോർ എവറി ക്വസ്റ്റ്യൻ ഓൺലി വൺ ആൻസർ, ദാറ്റ് ഇസ് ദ ഗോസ്പൽ ഓഫ് ജീസസ്. യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷമാണ് ഈ പറഞ്ഞ പല ചോദ്യങ്ങൾക്കും ഉള്ള ഉത്തരം. ഓക്കെ, നമുക്ക് കൺക്ലൂഡ് ചെയ്യുമ്പോഴത്തേക്ക് അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് എന്നാ, ഈ എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായ ഒരു ഗുണകരമായി സംസാരിക്കുന്നതാണ് യേശു ക്രിസ്തുവിൻ്റെ പുണ്യാഹ രക്തം. അപ്പോൾ ഈ പഴയ നിയമ പ്രവാചകന്മാരെക്കാട്ടിലൊക്കെ ഗുണകരമായി സംസാരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദ വേർഡ്സ് ഓഫ് ക്രൈസ്റ്റ്. അപ്പോൾ നമ്മൾ ഇത് അവസാനത്തിലേക്ക് നമ്മൾ വന്നിരിക്കുമ്പോൾ എന്താണ് ചോദ്യങ്ങൾ? 7 ചോദ്യങ്ങൾ. ഇതാണ് നമ്മൾ ഒരുമിച്ച് നോക്കിയത്. 7 questions. 1, നീ എങ്ങനെ ഞങ്ങളെ സ്നേഹിച്ചു? അപ്പോൾ കർത്താവ് പറയുന്ന ഒരു കാര്യമാണ്, തിരഞ്ഞെടുപ്പിൽ ഞാൻ നിങ്ങളെ സ്നേഹിച്ചു. 2, നിന്റെ നാമത്തെ ഞങ്ങൾ ദുഷീകരിച്ചത് എങ്ങനെ? അപ്പോൾ പറഞ്ഞത് എന്താണ്? കണ്ണുപൊട്ടിയതിനെയും പിച്ചി ചീന്തിയതിനെയൊക്കെ നിങ്ങൾ എനിക്ക് സെക്കൻഡ് ഗ്രേഡ് ബാക്കി വന്നത് എനിക്ക് കൊണ്ട് തന്നു. അങ്ങനെ ആരാധനയെ നിങ്ങൾ മലിനമാക്കി. 3, എന്താണ് പറയുന്നത്? ഹൗ ഹാവ് യു ഡിസ്പൈസ്ഡ് അവർ നെയിം? കർത്താവ് നിനക്ക് തരേണ്ട ബഹുമാനം ഞങ്ങൾ എങ്ങനെ തരാതിരുന്നു? എങ്ങനെയാണ് തരാതിരിക്കുന്നത്? ഈ കർത്താവിൻ്റെ വേല, ഇത് പുരോഹിതന്മാർ, കർത്താവിൻ്റെ വേല നിന്ദ്യമാണെന്നും ഇത് വലിയ പ്രയാസമാണെന്നും ഇതിൻ്റെ പുറകിൽ പോകുന്നതിൽ അർത്ഥമില്ല എന്ന് പറയുന്നതിൽ നിങ്ങൾ എൻ്റെ നാമത്തെ നിന്ദ്യമാക്കി. 4, എന്താ പറയുന്നത്? നിങ്ങൾ എന്നെ മുഷിപ്പിച്ച് കളഞ്ഞു. ഏതിനാൽ നിങ്ങൾ മുഷിപ്പിച്ച് കളഞ്ഞു? കളഞ്ഞു? ദൈവത്തിൻ്റെ ക്യാരക്ടറിനെ ട്രസ്റ്റ് ചെയ്യാതെ. എന്താണ് പറഞ്ഞത്? നമ്മൾ പറയുന്നത് കർത്താവിൻ്റെ ക്യാരക്ടറിനെ ട്രസ്റ്റ് ചെയ്യാതെ കർത്താവ് ദുഷ്ടനെ അനുഗ്രഹിക്കുന്നുവെന്നും അവന് പ്രോസ്പെരിറ്റി നൽകുന്നുവെന്നും ഉള്ള കാര്യം നമ്മൾ പറഞ്ഞു. 5, മടങ്ങി എങ്ങനെ ഞങ്ങൾ വരണം? അപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾ എങ്കിലേക്ക് മടങ്ങി വന്നാൽ ഞാൻ നിങ്ങളിലേക്ക് മടങ്ങി ചെല്ലും. റിട്ടേൺ ടു മീ ആൻഡ് ഐ വിൽ റിട്ടേൺ ടു യു. 6, ഇവിടെ പറയുന്നത് ഹൗ ഹാവ് യു റോബ്ഡ് യു? നിങ്ങൾ എന്നെ തോൽപ്പിച്ച് കളഞ്ഞു എന്ന് കർത്താവ് പറയുന്നു. എങ്ങനെ തോൽപ്പിച്ച് കളഞ്ഞിരിക്കുന്നു? അതായത് കർത്താവിന് കൊടുക്കേണ്ടതൊന്നും കൊടുക്കാതെ സ്വന്തമായി ഉപയോഗിക്കേണ്ടതെല്ലാം ഉപയോഗിച്ച് കർത്താവിന് ബാക്കി വന്നത് കൊടുക്കുന്നു. നിങ്ങളുടെ ഓഫറിങ്സ്, കർത്താവിൻ്റെ വേലയ്ക്കും കർത്താവിൻ്റെ ഗൃഹത്തിനും കൊടുക്കേണ്ടതൊന്നും നിങ്ങൾ കൊടുക്കാതെ നിങ്ങൾക്ക് വേണ്ടി സ്വരൂപിച്ച് വെച്ചത് നിങ്ങൾ എന്നെ തോൽപ്പിച്ചിരിക്കുന്നു. യു ഹാവ് റോബ്ഡ് മീ എന്നുള്ളത് 6. 7 ചോദ്യം, നിങ്ങൾ എനിക്കെതിരെ സംസാരിച്ചിരിക്കുന്നു. എങ്ങനെയാണ്? കർത്താവിൻ്റെ പിന്നാലെ പോകുന്നതിനൊന്നും അർത്ഥമില്ല, കർത്താവിനെ സേവിക്കുന്നതിൽ അർത്ഥമില്ല, അതിനെക്കാട്ടിലൊക്കെ നല്ലത് അഹങ്കാരിയായിട്ട് തോന്നിയ പോലെ ജീവിക്കുന്നതാണ് നല്ലത് എന്ന് പറയുന്നതിൽ നിങ്ങൾ എനിക്ക് നേരെ സംസാരിച്ചിരിക്കുന്നു. ഇതിൻ്റെ എല്ലാം ഉത്തരം യേശു കർത്താവിൽ നാം മത്തായിയുടെ സുവിശേഷം മുതൽ കാണുകയാണ്. ഇതിൻ്റെ എല്ലാ ഉത്തരം, ദി ആൻസർ ടു ഓൾ ദീസ് ക്വസ്റ്റ്യൻസ്, യു സീ ഇറ്റ് ഇൻ ജീസസ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ മലാഖി പ്രവചനത്തിൻ്റെ അവസാനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ, നമ്മുടെ തിരഞ്ഞെടുപ്പാണ് കർത്താവ് നമ്മളോട് കാണിച്ച ഏറ്റവും വലിയ സ്നേഹം. കർത്താവ് എങ്ങനെയാണ് നമ്മളെ സ്നേഹിച്ചത്? ബൈ ചൂസിങ് അസ്. നമ്മൾ ഒരിക്കലും നിന്ദ്യമായത് കർത്താവിന് കൊടുക്കരുത്. നിന്ദ്യമായത്, ഈ പുരോഹിതന്മാർ അർപ്പിച്ചതുപോലെ കടിച്ചു കീറിയതിനെയും നല്ലതല്ലാത്തതിൻ്റെയും സെക്കൻഡ് ഗ്രേഡായിട്ടുള്ളത് കർത്താവിന് കൊടുക്കരുത്. പിന്നെന്താണ് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത്? ദൈവത്തെ മുഷിപ്പിക്കരുത്. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് കർത്താവ് അവനെ കണ്ടില്ലേ, അങ്ങ് നടന്നാൽ മതിയായിരുന്നു, ഞാനെന്തിനാ നിന്റെ പിന്നാലെ വരുന്നത് എന്ന് പറഞ്ഞ് ദൈവത്തെ മുഷിപ്പിക്കരുത്. കർത്താവിലേക്ക് നാം മടങ്ങി വരണം. എങ്ങനെയാണ് മടങ്ങി വരുന്നത്? കർത്താവിന് കൊടുക്കേണ്ടത് നാം കൊടുക്കണം. നാം
ബാക്കി വരുന്ന മാസത്തിൻ്റെ ബാക്കി വരുന്നതെല്ലാം കൂടെ പറ്റുവാണെങ്കിൽ, എല്ലാം ഒത്തു വന്നാൽ, ഏറ്റവും നല്ലത് കർത്താവിന് കൊടുക്കാൻ വേണ്ടി നാം നമ്മളെ തന്നെ ഒരുക്കണം. പിന്നെന്താ പറയുന്നത്? ദൈവത്തിന് അതികഠിനമായ വാക്കുകൾ നിങ്ങൾ സംസാരിച്ചു. നമ്മൾ അങ്ങനെ സംസാരിക്കരുത്. ഒരിക്കലും അങ്ങനെ നമ്മൾ സംസാരിക്കരുത്. ദൈവത്തിൻ്റെ പിന്നാലെ പോകുന്നതിൽ അർത്ഥമില്ല എന്ന് പറഞ്ഞ അതികഠിനമായ വാക്കുകൾ നമ്മൾ ഉപയോഗിക്കരുത് എന്നാണ് ഇവിടെ മലാക്കി പ്രവചനത്തിൽ നാം കാണുന്നത്. അങ്ങനെ നമ്മൾ പഴയ നിയമത്തിൻ്റെ അവസാനത്തെ പുസ്തകം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതായിരുന്നു നമ്മുടെ ഷോർട്ടസ്റ്റ് ഒരുമിച്ചുള്ള നമ്മുടെ സ്റ്റഡി. ഇനി ഒരു സെഷൻ എടുക്കണമെങ്കിൽ ഒബദ്യാവിൻ്റെ പുസ്തകം വല്ലതും എടുക്കണം, ഒരു ചാപ്റ്ററേ ഉള്ളൂ. അങ്ങനെ വല്ലതും ചെയ്ത് നമുക്ക് കുറച്ച് പുസ്തകങ്ങൾ തീർത്തു എന്നുള്ളൊരു ഗുഡ് ഫീലിംഗ് കിട്ടും. അറ്റ്ലീസ്റ്റ് കുറച്ച് പുസ്തകങ്ങൾ തീർത്തു എന്നുള്ളത്. ദൈവം അനുവദിച്ചാൽ ഇനി നമ്മൾ സെപ്റ്റംബർ പകുതിയിൽ ഒരു 1-2 സെഷൻ, പിന്നെ ഒക്ടോബർ ഓൺവേർഡ്സ് ഗോഡ് വില്ലിംഗ് വളരെ കണ്ടിന്യൂസ് ആയിട്ട് ക്യാരി ഓൺ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഇതിൻ്റെ ഇടയിൽ അപ്പയ്ക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടിയാൽ അപ്പം ഇതിനകത്ത് ഒരു സ്പെഷ്യൽ സെഷൻ ചെയ്യാൻ നമുക്ക് ദൈവം സാഹചര്യം തരുമെന്ന് വിശ്വസിക്കുന്നു. അതുവരെ ബി ഇൻ ടച്ച്. കർത്താവിൻ്റെ വേലയെ ഓർത്ത് പ്രാർത്ഥിക്കുക, എൻ്റെ യാത്രകളെ ഓർത്ത് പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ വേല മുന്നോട്ട് പോകണമല്ലോ, അതിനെ ഓർത്ത് മിഷൻസ് ഇന്ത്യയുടെ വേലകളെയൊക്കെ ഓർത്ത്, മിഷണറിമാരെയൊക്കെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് അപേക്ഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിച്ച് ഈ സെഷനെ അവസാനിപ്പിക്കും. കർത്താവേ, നിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ വരുന്നു. വചനം കൃത്യമായി സംഘടിതമായി പഠിക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഭാഗ്യത്തിനായി സ്തോത്രം. കർത്താവെ, 3 വർഷം മുമ്പ് തുടങ്ങിയത് ഈ ഒരു കുടുംബത്തെ ഇതുവരെ നീ കാത്തു സൂക്ഷിച്ചല്ലോ, അതിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ തെറ്റ് വരാതെ കർത്താവ് സൂക്ഷിക്കണം. കർത്താവിൻ്റെ വചനത്തെ വ്യാഖ്യാനം ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു വള്ളിയോ പുള്ളിയോ തെറ്റാതെ കർത്താവെ അത് ധ്യാനിക്കുവാനും അത് മനസ്സിലാക്കുവാനും അതിനനുസരിച്ച് ജീവിപ്പാനും ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ. അങ്ങയുടെ കൃപയില്ലെങ്കിൽ ഞങ്ങൾക്കൊന്നുമില്ല എന്നുള്ളത് ഇന്ന് ഞങ്ങൾ മനസ്സിലാക്കി. കർത്താവെ, പഴയ നിയമം ഒരു ശാപം കൊണ്ട് അവസാനിക്കുമ്പോൾ പുതിയ നിയമം യേശുക്രിസ്തുവിലുള്ള ഞങ്ങളുടെ കൃപ എത്ര വലുതാണെന്ന് മനസ്സിലാക്കി ഈ പുതിയ നിയമത്തിനനുസരിച്ച് ജീവിക്കാനുള്ള ഭാഗ്യം നീ ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഏറ്റവും നല്ലത് നിനക്ക് തരുവാനും, കർത്താവെ, നിന്റെ സ്നേഹത്തിൽ ഞങ്ങൾ ജീവിക്കുവാനും, കർത്താവെ, നിന്നെ മുഷിപ്പിക്കാതിരിപ്പാനും, ആവശ്യമില്ലാത്ത വാക്കുകൾ പറയാതിരിപ്പാനും ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, നിൻ്റെ വേലയിൽ ഞങ്ങളായിരിക്കുമ്പോൾ അതിനെ ഒരിക്കലും മലിനമാക്കാതെ ഇത് ഏറ്റവും വലിയ ഭാഗ്യമാണെന്ന് മനസ്സിലാക്കി കർത്താവെ, നിൻ്റെ ശുശ്രൂഷയിൽ ഞങ്ങൾ മുന്നേറുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ. ഇനി ഞങ്ങൾ കൂടുന്നത് വരെ കർത്താവ് ഈ വലിയ ഗ്യാപ്പിൽ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കണം. ഇതുവരെ ഞങ്ങൾ പഠിച്ചതൊക്കെ പ്രാക്ടിക്കലാക്കുവാൻ കർത്താവ് കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു മുഖാന്തരം യാചിക്കുന്ന കൃപയോടെ കേൾക്കണമേ.